കളമശ്ശേരിക്കടുത്ത് മണലിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. മണലിമുക്ക് ഒരു ജംഗ്ഷനും കൂടിയാണ്, ബസ് റൂട്ടുണ്ട്. ഇത് കൂടാതെ മെഡിക്കൽ കോളേജിലേക്ക് ഇവിടുന്ന് 3 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. തൊട്ടടുത്തായിട്ട് തേവയ്ക്കൽ സ്കൂൾ വരുന്നത് 2 കിലോമീറ്ററാണ്. അതുകൂടാതെ തന്നെ നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാവുന്നതാണ്. നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ വരുന്നത് കളമശ്ശേരിയാണ്. അപ്പോൾ നല്ലൊരു വില്ല പ്രോജക്റ്റിനകത്ത് 4 സെൻറ്റ് 250 ലിങ്സ് ലാൻഡ് ഏരിയയിൽ 2100 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നമുക്കിനി വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. ബോക്സി ഡിസൈനിലെ എലവേഷനാണ് വീടിന് കൊടുത്തിട്ടുള്ളത്. ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്, റെഡ് ബ്രിക്ക് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഡിസൈൻ തന്നെ മതിലിൽ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്, LED ലൈറ്റിലൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് മതിൽ ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് വരാം. 2 പില്ലറിലും ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ സ്ലൈഡിങ് ഗേറ്റും 2ആയിട്ട് ഫോൾഡ് ചെയ്യുന്ന രീതിയിലുമാണ് ഗേറ്റ് കൊടുത്തിട്ടുള്ളത്. ഗേറ്റിന് നല്ല ലെങ്ത് ഉണ്ട്. വലിയ വാഹനങ്ങളാണെങ്കിൽ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ പോർച്ചിനകത്ത് തന്നെയുണ്ട്. നമുക്ക് നേരെ അകത്തേക്ക് പോർച്ചിലേക്ക് വരാം. വലിയൊരു വാഹനം നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്. ഇത് സൗത്ത് സൈഡാണ്. സൗത്ത് സൈഡിൽ ധാരാളം സ്പേസ് ഉണ്ട്. കോർണർ പ്ലോട്ടും കൂടിയാണ്, അതായത് അഡ്വാൻറ്റേജ് ആണത്. 2 സൈഡ് വഴി വരുന്നുണ്ട്. ഈ സൈഡിൽ മതിലിന് ഡിസൈനും പാറ്റേണും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോർത്ത് സൈഡിലേക്ക് വരാം. ഈ ഭാഗത്തായിട്ട് നമുക്ക് വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ഇതിന് വെല്ല് വന്നുള്ളത്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. മാത്രമല്ല കിണറിനും ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറും കൂടിയാണ്. അപ്പോൾ നോർത്ത് സൈഡിലെ ഭാഗത്തേക്ക് ഒന്നും കൂടി വരാം. ഈ ഭാഗമാണ് നോർത്ത് സൈഡ് വരുന്നത്. വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. തറനിലത്തിൽ നിന്നും ഉയർത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. 2 സൈഡ് കവർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വർക്ക് ഏരിയയും കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് കയറാം. സിറ്റൗട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. നേരെ അകത്തേക്ക് കയറാം. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് പടിഞ്ഞാറാണ്. കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന വീടാണ്. സിംഗിൾ ഡോറാണ് വന്നുള്ളത്. നല്ലൊരു പാറ്റേൺ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിലൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് ലിവിങ്ങിലേക്ക് വരാം. കോർണർ സെറ്റ് നമുക്ക് ഇവിടെ ഇടാവുന്നതാണ്. ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ഏരിയയും കൂടിയാണ്. ഭംഗിയുള്ളൊരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് സൗത്ത് സൈഡാണ്. സൗത്ത് സൈഡിൽ വലിപ്പമുള്ള വിൻഡോസുകളാണ് കൊടുത്തുള്ളത്. ഇത് ഈസ്റ്റ് സൈഡാണ്. അവിടെയും വലിപ്പമുള്ള വിൻഡോസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സൂര്യപ്രകാശം ഭംഗിയായിട്ട് കടന്നു വീഴുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തത്. ഇനി നമുക്ക് TV സ്പേസിലേക്ക് വരാം. വലിപ്പമുള്ളൊരു TV ഹാങ് ചെയ്യാനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ധാരാളം വരുന്നുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. ഒരു സൈഡിൽ ഭംഗിയായിട്ടൊരു ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. ഫൈബർ ലാമിനേഷൻ വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഇവിടെയായിട്ട് നമുക്ക് ഡൈനിങ് ടേബിൾ ഇടാവുന്നതാണ്. ഇത് ഈസ്റ്റ് സൈഡാണ്. അപ്പോൾ ഇവിടെയും വിൻഡോസ് വന്നിട്ടുണ്ട്. സ്റ്റെയറിനടി നമുക്ക് ഈ ഭാഗത്താണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു 6 ചെയറിൻ്റെ ടേബിൾ നമുക്ക് ഈസി ആയിട്ട് വീഴുന്നതാണ്. ഓപ്പൺ കിച്ചനും കൂടിയാണ്. അപ്പോൾ ഓപ്പൺ കിച്ചൺ കൗണ്ടറും കൂടി കിട്ടിയിട്ടുണ്ട്. 2 ചെയർ നമുക്ക് ഇവിടെ ഇടാനുള്ള സ്പേസ് ഉണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. കൂടാതെ ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. ഫാൾ സീലിംഗ് വർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വുഡിൻ്റെ ടെക്സ്ചർ ബീഡിങ് എല്ലായിടത്തും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇനി നമുക്ക് വാഷ് കൗണ്ടറിലേക്ക് വരാം. നല്ല വലിപ്പമുള്ളൊരു വാഷ് കൗണ്ടറാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഭംഗിയുള്ളൊരു വാഷ് ബേസും വന്നിട്ടുണ്ട്. ബാക്കിൽ ലാമിനേഷൻ വർക്ക് വന്നിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്, മിറർ വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നേരെ നമുക്ക് കിച്ചണിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ കിച്ചൺ വന്നുള്ളത്. ഈസ്റ്റ് സൈഡിലേക്ക് നമുക്ക് പാചകം ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. വശങ്ങളിൽ പവർ പോയിന്റ് വരുന്നുണ്ട്. സ്ലാബിന് ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ക്വാളിറ്റി ഉള്ളൊരു സിങ്കും 2 ടാപ്പും വന്നിട്ടുണ്ട്. വലിപ്പമുള്ളൊരു ഫ്രിഡ്ജാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ക്യൂരിയോ ക്യാബിനറ്റ്സ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതുമാണ്. അപ്പം നോർത്തിലേക്ക് തുറക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡോറ് വന്നുള്ളത്. ഇനി നമ്മൾ നേരെ ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ വരാം. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഏകദേശം ഒരു 12 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നതാണ് വെസ്റ്റ് സൈഡ്. ഇത് നോർത്ത് സൈഡുമാണ്. വലിപ്പമുള്ള വിൻഡോസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിങ്
ടേബിൾ കൊടുത്തിട്ടുണ്ട്, മിറർ ഒക്കെ ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇനി വാർഡ്രോബ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കളർ പാറ്റേൺ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 പാർട്ടായിട്ട് തുറക്കാവുന്നതാണ്. ഇവിടെ ആയിട്ട് മിററും കൊടുക്കാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി ഫാൾ സീലിങ്ങിൻ്റെ വർക്കാണ് എടുത്തു പറയേണ്ടത്. നല്ല ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ ഫൈബർ ലാമിനേഷൻ വർക്കൊക്കെ വരുന്നുണ്ട്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വാഷ് ബേസിനും മിററും ലൈറ്റും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിറയുടെ ഡൈവർട്ടർ, റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിന്റ്, എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് ലൈറ്റ് വരുന്നുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റാണ് ഇവിടെ വന്നുള്ളത്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ വിത്ത് ഗ്ലോസിയാണ്. നല്ലൊരു ഫൈബർ ഡോറും വരുന്നുണ്ട്. അപ്പം നല്ല ബെഡ്റൂം കിട്ടി. ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ആദ്യം കണ്ടത് നോർത്ത് വെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് വരുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇതാണ് സൗത്ത് സൈഡ്. അപ്പം വലിപ്പമുള്ള വിൻഡോസാണ് ഇവിടെയും വന്നുള്ളത്. ഇതിൻ്റെ മേലെയും ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കയറി വരുമ്പോൾ ലാമിനേഷൻ വർക്കും സിലിണ്ടറിക്കൽ ലൈറ്റും ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഇതിൻ്റെ വാർഡ്രോബ്സ് വന്നുള്ളത്. ഇതിൻ്റെ കളർ പാറ്റേണൊക്കെ ഭംഗിയുള്ളൊരു കളർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ മാറി ഒതുങ്ങിയിട്ടാണ് ഇതിൻ്റെ മിററും കാര്യങ്ങളൊക്കെ വന്നുള്ളത്. അപ്പം നല്ല ഭംഗിയായിട്ട് ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും കൂടിയാണ്. ഇനി നമുക്ക് അപ്പർ ലിവിങ്ങിലേക്ക് പോവാം. ഈ ബെഡ്റൂമുകൾ തമ്മിൽ അപ്പുറത്തും ഇപ്പുറത്തും ആയതുകൊണ്ട് തന്നെ ഒരു പ്രൈവസി നമുക്ക് കിട്ടുന്നുണ്ട്. നേരെ മേലേക്ക് കയറാം. സ്റ്റെയർ വന്നിരിക്കുന്നത് ഒരു വുഡിൻ്റെ ഡിസൈനിലെല്ലാം മാറ്റ് ടൈലാണ് കൊടുത്തുള്ളത്. ഇവിടെ ഹാൻഡിൽ വന്നിരിക്കുന്നത് വുഡിൽ തന്നെയാണ്, അതായത് ടീക്ക് വുഡിലാണ് ചെയ്തുള്ളത്. ഗ്ലാസ് വരുന്നുണ്ട്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പും കൊടുത്തിരിക്കുകയാണ്. ഇത് ഈസ്റ്റ് സൈഡിലുള്ള ഭിത്തിയാണ്. ഇവിടെയായിട്ട് ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. ഒന്ന് കയറി ലാൻഡ് ചെയ്തിട്ട് വീണ്ടും കയറാവുന്ന രീതിയിലാണ് സ്റ്റെപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലാണ്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു കമ്പ്യൂട്ടർ ടേബിളോ അല്ലെങ്കിൽ റീഡിംഗ് സ്പേസോ ഒക്കെ ആയിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. ബുക്ക് ഷെൽഫും മറ്റുമൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ ഇവിടെയും വരുന്നുണ്ട്. സ്റ്റെയർ വരുന്ന ഭാഗത്താണ് ഒരു ഡബിൾ ഹൈറ്റ് ഏരിയ വരുന്നത്. അവിടെയും ഫാൾ സീലിങ്ങിൽ വലിയൊരു ലൈറ്റ് ഹാങ് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ഓപ്ഷൻസ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ ലിവിങ് സ്പേസിലുള്ള ഡബിൾ ഹൈറ്റ് ഏരിയ ആണ്. ഭംഗിയായിട്ടാണ് ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുള്ളത്. നേരെ നമുക്കിതിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. അതിവിശാലമായിട്ടുള്ളൊരു ബാൽക്കണി തന്നെയാണ്. ബാൽക്കണിയുടെ മേലെ കൊടുത്തിരിക്കുന്ന ഫാൾ സീലിംഗ് വർക്കാണെന്നുണ്ടെങ്കിൽ ഒരു വുഡിൻ്റെ ടെക്സ്ചറുള്ള ഫൈബർ ലാമിനേഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഹാൻഡിലുകളെല്ലാം ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ഹാൻഡിലാണ് കൊടുത്തുള്ളത്. ടഫ് ആൻഡ് ഗ്ലാസ് വരുന്നുണ്ട്. ഒരു സർക്കിൾ ഡിസൈൻ വരുന്നുണ്ട്. അതിലും ലാമിനേറ്റഡ് ഗ്ലാസ് ആണ് ഇവിടെയും വന്നുള്ളത്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണിയാണ് കിട്ടിയിട്ടുള്ളത്. അതും കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം. അപ്പർ ലിവിങ്ങിലെ ഫസ്റ്റ് ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ വരുന്നത്. ഈ ബെഡ്റൂമിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ചെറിയൊരു ബാൽക്കണി കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം കോർണർ പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട് സൈഡിലേക്ക് ഇറങ്ങി നിൽക്കാവുന്ന ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. 12 അടി നീളവും 11 അടി വീതിയും ഈ ബെഡ്റൂമിനുണ്ട്. ഇതും സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ്. വാർഡ്രോബ്സും ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. കയറി വരുമ്പോൾ തന്നെ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. മിറർ, ലൈറ്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ്, ഷവർ സ്പേസ് വരുന്നത് മാറിയിട്ടാണ്. അപ്പോൾ വേണമെങ്കിൽ ഒരു ഗ്ലാസ് പാർട്ടീഷനൊക്കെ കൊടുക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ സിറയുടെ ഫിറ്റിങ്സ് ആണ് നല്ലത്. റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ വിത്ത് ഗ്ലോസിയാണ്. അപ്പോൾ നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ ബാൽക്കണി കൂടി ഒന്ന് കാണാം. ഒരു ബാൽക്കണിയും കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സീനറിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാനും സാധിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു ബാൽക്കണി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. നാലാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. 14 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ബെഡ്റൂമുകൾക്ക് അത്യാവശ്യം സൈസുള്ള ബെഡ്റൂം തന്നെയാണ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും വരുന്നുണ്ട്. വാർഡ്രോബ്സ് വിത്ത് ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും കൂടിയാണ്. അപ്പോൾ നമ്മൾ ബാത്ത് അറ്റാച്ച്ഡ് റൂമുകളെല്ലാം കണ്ടു. ഇനി നമ്മൾ സ്റ്റഡി സ്പേസ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് പോകുന്നത്. കവേർഡ് സ്പേസ് തന്നെയാണ്. ശരിക്കും ഇതൊരു സ്റ്റഡി റൂമായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. വാഷിംഗ് മെഷീൻ്റെ പവർ പോയിൻറ്റ്, വാട്ടർ പോയിൻറ്റ്, വെസ്റ്റ് ലൈൻ
ഇവിടെയായിട്ട് നമുക്കൊരു അയൺ ടേബിൾ ഇടാം, ഫാൻ ഇടാം, വിൻഡോസ് വന്നിട്ടുണ്ട്. ഇനി ഔട്ട് സൈഡിലേക്ക് മേലേക്ക് കയറാൻ, അതായത് ഓപ്പൺ ടെറസ് സൈഡിലേക്ക് കയറുന്ന ഭാഗമാണ് ഇങ്ങനെ. ഇപ്പം ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായി വരുന്ന ഗ്രില്ല് വർക്കുകളാണത്. അപ്പോൾ ഇങ്ങനെ പാസ് ചെയ്ത് നമുക്ക് മേലേക്ക് കയറാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നതൊക്കെ കോൺക്രീറ്റിൽ തന്നെയാണ്, ഹാൻഡ് റീൽ വരുന്നുണ്ട്. ടാങ്ക് വന്നിരിക്കുന്നത് സ്റ്റാൻഡിന് മേലെ ആയതുകൊണ്ട് തന്നെ നല്ല പ്രഷർ ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഭംഗിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വീട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. 4 സെൻറ്റ് 250 ലെങ്സ് ലാൻഡ് ഏരിയയിൽ 2100 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ സ്റ്റഡിയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 93 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. താഴെ 2 ബെഡ്റൂമും മേലെ 2 ബെഡ്റൂമുമായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. കൂടാതെ ഒരു സ്റ്റഡി സ്പേസും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇതിന് ചോദിക്കുന്ന റേറ്റ് 93 ആണ്. എങ്കിലും എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ മടിക്കാതെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.